കട്ടില് പൊട്ടി. ആ വ്ലോഗ് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. അവിടെ നീ കോൺസെൻട്രേറ്റ് ചെയ്ത് വിട്ടോ. ആരാ നോക്ക്, ആരാ ആ വ്ലോഗ് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ നടത്തേണ്ട എങ്ങനെയാണ്? പക്ഷെ നമ്മളത് അവിടെ കൊക്കാൻ നമ്മള് ബുദ്ധിമുട്ട് നടത്തും ഇവിടെ. Oh my God. അയ്യോ ഇതാണിങ്ങോട്ട് ചെയ്യണം. എന്താ പല്ലേ അടിയോ അതുക്കും മേലെ ശ്വാസം എടുക്കട്ടെ. കട്ടില് പൊട്ടി. ഞങ്ങള് റീല് ചെയ്യാൻ വേണ്ടി ചാടിയത ബെഡിലേക്ക്. ബൂം. അല്ല അപ്പോഴല്ല പൊട്ടി, ബെഡ് കിടക്കുമ്പോഴാണ് പൊട്ടി. അല്ലല്ലോ, ഇല്ല അതിന്റെ ബെഡ് അപ്പൊ എന്തായാലും ഇങ്ങനെ ക്യാഷ് സ്ഥിതിക്ക് നമുക്ക് ബെഡ് മാറ്റിയിട്ട് ഫിക്സ് ചെയ്തിട്ട് ബെഡ്ഷീറ്റ് മാറ്റി. ഒരു മിനിറ്റ്, ഇതിൽ പൊന്തുവോ? അല്ല അങ്ങോട്ടാക്കാൻ എന്നാ വെയിറ്റ് കിട്ടും. ശരി വെക്കാം. ഇന്ന് വീട് വൃത്തിയാ കുറച്ച് പണി എടുക്കാന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ ഇത് പണിയുടെ മോൾ പണി ഞാൻ ഇതാക്കാൻ നോക്കാം. അല്ല എന്നാലും ഞാനിത് അവിടെ നീ കോൺസെൻട്രേറ്റ് ചെയ്ത് വിട്ടോ. അങ്ങനെ പറ്റില്ല, സപ്പോർട്ട് വേണം. എനിക്കൊരു കൂടുതലല്ലേ മാവിന് മുട്ടിയോ ശിക്ഷേ ഇല്ലല്ലേ? നിക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ. ഇവിടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കും. പുറത്ത് നാളെ വിളിക്കേണ്ടി വരുമോ? വല്ലാത്തൊരു കട്ടിലും വല്ലാത്തൊരു ബെഡും. അതിന് ഞാൻ ആ ഭാഗത്ത് നമുക്ക് വേണ്ടി ശ്വാസം എടുക്കണം. ദേഷ്യം വന്നിരിക്കും. ആഹാ വൃത്തിയാക്കിയിടുന്ന കാര്യം ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഗിവപ്പ് ചെയ്യാൻ പാടില്ല. എന്റെ മുടി എന്റെ മുടി സോറി മാളു. പല്ലൊക്കെ പൊട്ടും. ഇത് കുറച്ച് ഇങ്ങോട്ടാക്കണോ? അതാണ്. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്റെ ലാസ്റ്റ് വ്ലോഗ് നിങ്ങൾ കണ്ടില്ലേ, ഫോട്ടോഷൂട്ട്. ആ സെയിം ഡേ കേട്ടോ, നമ്മളൊരു 10 ഒക്കെ ആകുമ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. അപ്പൊ ആ പ്ലാൻ നമ്മൾ നേരത്തെ ചെയ്തതുകൊണ്ട് തന്നെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നു. നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത് റൂമിൽ നിന്നാട്ടോ. അപ്പൊ റൂമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസിഷൻ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ബെഡിലേക്ക് ചാടി പിന്നെ ബെഡ് മൊത്തം ക്ലീൻ ആക്കി അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ബെഡിലേക്ക് ചാടിയിട്ടുള്ള ആ ഷോട്ടൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ച് വെറുതെ കിടന്ന് പിന്നെ എണീറ്റപ്പോ ബെഡ് ഉണ്ട് പൊട്ടിയിട്ട് താഴെ വീഴുന്ന. പൊട്ടിയിട്ടുണ്ട് പറയുമ്പം അത് ജോയിൻ ചെയ്ത് വെക്കൂലേ, അതൊന്ന് വിട്ടു പോയിട്ട് വീണതാ. അപ്പൊ നമ്മളത് തിരിച്ചെടുത്തിട്ട് ഫിക്സ് ചെയ്താൽ മതി, അല്ലാതെ പൊട്ടിപ്പോയതല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അത് ഫിക്സ് ചെയ്യാനുള്ള പണിയായിരുന്നു നിങ്ങൾ ഫസ്റ്റിലെല്ലാം കണ്ടിട്ടുണ്ടായത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ബെഡിനാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്, ആ കട്ടിലിനാണെങ്കിലും ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി കുറെ ട്രൈ ചെയ്ത് പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നേ ഉണ്ടായില്ല.
അത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം അത് ശരിക്കും നന്നായിട്ട് പിടിച്ചിട്ട് അത് പിന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചുറ്റികൊക്കെ വെച്ച് അടിച്ചൊക്കെ കൊടുത്താലേ നന്നായിട്ട് സെറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ കുറെ ട്രൈ ചെയ്ത് പിന്നെ മടുത്ത് പിന്നെ വിചാരിച്ചു ഓക്കെ റൂം അവിടെ ഇരിക്കട്ടെ, ബാക്കി സ്ഥലങ്ങൾ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളായി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. കിച്ചൺ, ഹാള്, പിന്നെ മാളുവിന്റെ ഒരു ഓഫീസ് സ്പേസ് പോലെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റൂമും കൂടി മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിനൊരു സുഖം കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് ആ കട്ടിൽ സെറ്റ് ആക്കാൻ. ആ കട്ടിൽ സെറ്റ് ആയി കഴിഞ്ഞാലേ കുറെ കാര്യങ്ങൾ ആ റൂമിൽ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നന്നാക്കാൻ വേണ്ടി ഒരാളെയൊക്കെ വിളിച്ചു, പക്ഷെ അവർ വൈകുന്നേരം ആവും വരെ. അപ്പൊ നമ്മൾ വിളിച്ചു ഓക്കെ റൂം അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി ക്ലീൻ ചെയ്യാന്ന്. പിന്നെ മാളുവിന്റെ റൂമിൽ ഹാങ്ങേഴ്സ് ഇല്ല. ഹാങ്ങർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവര് പെട്ടെന്ന് വന്നിട്ട് അയച്ചിടുന്ന ഡ്രസ്സ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാം ഇവർ ആ കോർണറിൽ കണ്ടില്ലേ, ആ ചെയറിലാണ് എല്ലാം കൊണ്ടിടുന്നത്. ആ ബാക്കി കഥ ഞാൻ പറയാം. അതിന്റെ കൂടെ ഒരു ASMR, നമ്മളൊരു നുറുക്ക് കഴിക്കുന്ന ഒരു ASMR കഴിക്കുന്ന ASMR നോക്കാണ്. ഇല്ല, ഇനി വേറെ എവിടെയും കൊണ്ടുവച്ചില്ല. എന്താ മൈസം ഓണക്കിത് തരില്ല, ഇത് വരെ കണക്ട് ചെയ്ത് ഈ മൈസം അടുത്ത് വന്നു. ആരാ നോക്ക്, ആരാ ബൈ. പുതിയ എങ്ങനെയാ ബിരിയാണി അവിടെ പാക്കല്? ഓ നമുക്ക് ഷെയർ ചെയ്താ പറയാം. കുട്ടൻ ബിരിയാണി, മട്ടൻ കുട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മൂണ്ട് കാണാൻ പറ്റുമോ? പെട്ടെന്ന് എടുക്ക്. വിശന്ന് ഭ്രാന്തായി തിന്നണ്ട. അത് കീഴ്പോട്ട് പോലും എനിക്കറിയില്ല. സൂപ്പർ കണ്ടാറ്. സൂപ്പർ. എന്റെ ബിരിയാണിയേക്കാൾ നല്ല ബിരിയാണി ആയിട്ടത്. ഓ എന്റെ അമ്മ അഞ്ചു അങ്ങനെ പറയണെങ്കിൽ ഷബാ യു ഡൂയിങ് ഇറ്റ്. സൂപ്പർ. ഈ ചൊവ്വ ഇഷ്ടം, ബിരിയാണി ചൊവ്വ. ഇപ്പോൾ നല്ല ബീഫ്. ടൈറ്റുണ്ട് പക്ഷെ നല്ല കളറൊക്കെയാണല്ലോ. ലൂസാക്കുക വേണ്ടേ? ഇവിടുത്തെ ഇതൊക്കെ നല്ലയാ. ഒരു പൊടിക്കുന്ന ലൂസായിട്ട് ഒരു സിബ് വെച്ചാൽ മതിയാ അല്ലേ? സിബ് വെച്ചാല് ആ ഫിറ്റും കിട്ടും ചെയ്യും. ഇവിടെ ഒരു പൊടിക്ക് യൂസ് ആക്കാൻ പറയാം, എന്നിട്ട് ഒരു സിബും വെക്കാൻ പറയാം. നീ അവിടെ പോയിട്ട് കിട്ടു കാണിച്ചാൽ കിട്ടുന്നു. സിബ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്യാനില്ലെങ്കിൽ തൽക്കാലം പിന്നെ ചെയ്യിപ്പിച്ചാല് പിന്നെ നീ ഇടൂല. നല്ല കളർ. ഒരു പൊടിക്ക് ലൂസാക്കി ഇച്ചിരി ലൂസാക്കണം എന്തായാലും. ഓക്കെ, ഇനി ബാക്കി കഥ പറയാട്ടോ. ആ ഹാങ്ങേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറെ ട്രൈ ചെയ്ത് കുറെ അതിനുമുള്ള പണിത് പടുത്ത് ഒന്നും ശരിയായില്ല. എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട് അവിടെ. ബാക്കി അനന്ത് വന്ന് സെറ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. അത് അതിന്റെ ഇടയ്ക്ക് പിന്നെ മടുത്തിട്ട് നുറുക്ക് കഴിച്ചു. പിന്നെ നമുക്ക് വിശന്നു. നമ്മള് ഷെബാബ് ബിരിയാണി ഓർഡർ ചെയ്തു, ബിരിയാണി കഴിച്ചു. ഇതെല്ലാം നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ഷൂട്ട് ചെയ്ത് എന്തിനാ വെച്ചാൽ ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടി റീൽസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഞാൻ വെച്ചാൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാന്ന്.
ഇതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് വ്ളോഗ് കണ്ട ഒന്നും മനസ്സിലാവില്ല. അതെ അയ്യവാ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് മനസ്സിലായല്ലോ. അല്ലേ, ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ ആണല്ലേ. 1 2 3 സ്റ്റെപ്പ്. അയ്യോ ബാ. അങ്ങനെ തെറിച്ച് അങ്ങോട്ട് പോകാം. 1 2 3 സ്റ്റെപ്പ്. ആണല്ലേ ആണല്ലേ. ഇത് നീ ഞാൻ ക്ലീൻ ആക്കി. അപ്പൊ ഞാൻ അത് ഇങ്ങനെ. അത് ശരി, അല്ല ഇങ്ങനെ. ഇവിടെ നമ്മൾ മാറണം. ഇത് നീ ക്ലീൻ ആക്കിയത്. ഇതിനെന്താണ് അല്ലാതെ നീ ഇങ്ങനെ കാക്കണം. അപ്പൊ ഞാൻ നിനക്ക് ക്രെഡിറ്റ് തരാം. വേണ്ടേ? അല്ല ഒരേ സാധനം വേണ്ട വെച്ചിട്ടാ. ഓക്കെ 1 2 3 സ്റ്റെപ്പ്. പക്ഷെ എന്റെ എക്സ്പ്രഷൻ ഒരു സാധനം മാറ്റി. Ready 1 2 3 സ്റ്റെപ്പ്. ശരിയായി വേഗം. എവിടേക്കാ? നമ്മളെയോ ഇവിടെ ഇവിടെ ആ ശരിയല്ല. ഇങ്ങനെ നമ്മൾ 1 2 3 go. നമ്മുടെ ഹാപ്പി Ready 1 2 3 step. Ready 1 2 3 step. Ayo. Ready 1 2 3 step. രാവിലെ എന്റെ ഷൂട്ടെല്ലാം നന്നായിട്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു തടസ്സമായിരുന്നു. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ ഡേ മൊത്തത്തിൽ അങ്ങ് ക്ലീനിങ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയി ഞങ്ങള്. നിങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ട് പോകുന്ന വഴിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് പോവോ. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പൊ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ബാക്കി എല്ലാ പരിപാടിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത്ര ഒരു എഫേർട്ട് ഇതിന് വേണ്ടി ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കുറച്ച് സ്നേഹമൊക്കെ താ. അപ്പോഴേ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഒക്കെ ആവുള്ളൂ. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാം ചെയ്യും. ടാറ്റാ.